ജയിലിലും പുറത്തും ശ്രീശാന്തിനുണ്ടായ ദുരനുഭവങ്ങൾ വിവരിക്കുന്നതിനിടെയാണ് കൊലപ്പെടുത്താൻ വരെ ശ്രമം നടന്നുവെന്ന് മധു ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയത്. തീഹാർ ജയിലിൽ കഴിയവേ ഒരു ഗുണ്ട കൂർത്ത ആയുധം ഉപയോഗിച്ച് ശ്രീശാന്തിനെ പിന്നിൽ നിന്നും കുത്താൻ ശ്രമിച്ചു. ഭാഗ്യത്തിനാണ് ശ്രീശാന്തിന്റെ കഴുത്തിൽ കുത്തേൽക്കാതെ പോയത്. പല കൊലക്കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ദാദ, ഒരു ഗുണ്ട ജയിലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം കൊലപ്പെടുത്താനായിട്ട് അവർ ജയിലിലുള്ള ആളുകൾ മുഴുവൻ ഈ വാതിലിൻ്റെ സാക്ഷ ഷാർപ്പൻ ചെയ്തിട്ട് അതും കൊണ്ട് നടക്കും. ഷർട്ട് തൂക്കുന്ന ഹാങ്ങറില്ലേ, അതും ഷാർപ്പൻ ചെയ്ത് കൊണ്ട് നടക്കും എല്ലാവരും കയ്യിൽ, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്, ആക്രമിക്കാൻ വേണ്ടിയിട്ടും. അത് വെച്ചിട്ട് ഈ പറഞ്ഞ കൊലക്കേസ് പ്രതി അയാളാണ് അവിടുത്തെ ഒരു ദാദ. അയാൾ കുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഭാഗ്യത്തിന് അത് കഴുത്തിൽ കൊള്ളാതെ മുമ്പിലേക്ക് പോയപ്പോൾ അയാളുടെ വിരലിൽ പിടുത്തം കിട്ടി താഴത്തേക്ക് പിടിച്ച് വലിച്ചപ്പോൾ അയാൾ ആ വിരലൊടിഞ്ഞു പോയിട്ട് കടന്ന അലർച്ചയിലാണ് പോലീസുകാർ ഓടി വന്ന് അയാളെ എടുത്തുകൊണ്ട് പോയി. അല്ലെങ്കിൽ അന്ന് ഒരുപക്ഷെ ശ്രീ ചിലപ്പോൾ ജീവിച്ചിരിക്കേണ്ടതല്ല. ജയിലിലെ അനുഭവം ശ്രീശാന്തിനെ മാനസികമായി തളർത്തി. അന്നത്തെ ദുരനുഭവങ്ങളെ തുടർന്ന് തകർന്ന ശ്രീശാന്ത് ഇപ്പോഴും മാനസികമായി ശക്തനല്ല. 1000 വാട്ട്സിന് മുകളിലുള്ള ഒരു ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് കിടത്തിയിരുന്നത്. അപ്പോൾ ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല, അതിൻ്റെ ചൂടും പ്രകാശം കാരണം കൊണ്ട്. അതുമാത്രമല്ല, ശ്രീ കടന്നിരുന്ന സെല്ലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വ്യക്തിയെ തലയറുത്ത് കൊന്നിട്ടിരുന്നു. ഇതെല്ലാം കണ്ട് മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയാണ് ജയിലിൽ നിന്ന് വന്നത്. വ്യക്തിവൈരാഗ്യമാണ് ശ്രീശാന്തിനെ കേസിൽ പെടുത്തിയതെന്നും യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ കളിക്കുന്നുണ്ടെന്നും മധു ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.